ആതിരല്ലേ ഇത്? കൈയില്ലാത്ത ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇതെന്ത് രസാ ഇവളെ കാണുവേ. ഇവള് നല്ല ഭംഗിയിൽ മോഡലാക്കി നടക്കുന്നുണ്ടല്ലോ. നല്ല രസമുണ്ടേ ഇവളെ ഇപ്പം കാണും. എന്ത് രസാ ഇതാ മനെ. ഇതൊക്കെ നമ്മളെ ആതിര എന്നെ നോക്കി നോക്കടാ. ഓള് കൈയില്ലാത്ത ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നല്ല മോഡലാക്കി നടക്കുന്നുണ്ട്. ഇനി കല്യാണത്തിന് മുന്നേ പാവാടയും ബ്ലൗസും ചുരിദാറും മാത്രം ഇട്ട പെണ്ണ. അതാ ഞാൻ പറഞ്ഞത്, കല്യാണം കഴിച്ചോക്ക് മോളങ്ങ് മാറിയിക്കിപ്പൊ. നല്ല മോഡൽ എങ്ങനെയല്ല നടക്കണം എന്നാ ഓള് വിചാരിക്കുന്നറിയ. ഇതൊക്കെ വരുന്നുണ്ട് ഈ ഡ്രസ്സിലാ. ആ കളറുള്ള ഡ്രസ്സായിട്ട് കൊറേ ഫോട്ടോ ഉണ്ട്. എന്റെ പെങ്ങള് ആതിര നല്ല രസമുണ്ടല്ലേ ഇതെല്ലാം ഇട്ടിട്ട്. മോഡലാക്കി ആക്കി നടക്കുന്നതാ. മോഡൽ ഡ്രസ് ഇട്ടിട്ട് എവിടെ പോന്നു? നേരത്തെ വന്നാ പിള്ളേരെല്ലാം ഉണ്ടാണ്. പക്ഷേ എല്ലാവർക്കും ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്നേ. ഇല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ആദ്യം സ്ലീവ്ലെസ് ഡ്രസ് ഇട്ടിട്ട് നല്ല രസമുണ്ടല്ലേ. പണ്ട് ഇവിടെ കല്യാണത്തിന് മുന്നില്ലേ വെറും ഒരു എന്താ പറയാ, പിന്നെ ഒട്ടാകെ ഇത്ര കൈക്കിട്ടുള്ള കയ്യിലുള്ള ചുരിദാറ്, പാവാട, ബ്ലൗസ് അങ്ങനത്തെ ഇട്ട് നടക്കുന്ന പെണ്ണ. ഇപ്പൊ ആടത്ത് നോക്കുമ്പോ ഒട്ടാകെ മോഡലായി. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു സ്ലീവ്ലെസ് ഡ്രസ് എല്ലാം ഇടാനായിട്ട്. നിങ്ങൾക്കറിയാലോ പണ്ട് മുതലേ രായി ചേച്ചി ഇട്ട ഡ്രസ്സല്ല എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. രായി ചേച്ചീന്റെ കാര്യം അറിയാലോ, അധികം മോഡലൊന്നുമില്ല. രായി ചേച്ചിനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അമ്മയ്ക്ക് അതൊന്നും വാങ്ങിച്ചു തരാനുള്ള സാമ്പത്തിക നില അന്നേരം ഇല്ലല്ലോ. അപ്പൊ ചേച്ചി ഇട്ട എന്റെ ഡ്രസ്സ് എനിക്ക് തരും, അത് ഞാൻ ഇട്ടോണ്ട് നടക്കും. എന്റെ ആഗ്രഹത്തിനൊത്ത് മേടിക്കാൻ തന്നെ പൈസയും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയലുമില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിയുമ്പോ പ്രജീഷേട്ടന് അത് ഇഷ്ടാവോ എന്താ എങ്ങനെ ഒന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയല്ല ഉണ്ടെങ്കിൽ എനിക്ക് എന്നോട് പറഞ്ഞാ പോരെ, നമുക്ക് ഇപ്പൊ വായിക്കൂടെ? നിനക്ക് ഇഷ്ടം അങ്ങനെയല്ല നടക്കുന്നത്? എനക്കെന്താ ഇപ്പൊ മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ നമ്മളെ ശരീരത്തിന്റെ മാനം ശരീരം പ്രദർശിപ്പിച്ച് നടക്കാണ്ട് നല്ല രീതിയിൽ വൃത്തി നടക്കുന്നതാണെങ്കിൽ എനക്കെന്താ അങ്ങനത്തെ തന്നെ ആണ്. അതൊന്നും ഞാൻ ഇട്ടോട്ടെ, എനിക്ക് വാങ്ങിച്ചു തരുവാ? ഞാൻ വാങ്ങിച്ചു തരാം. നമുക്ക് വാങ്ങിട്ട് എന്തായാലും ഇപ്പൊ അടുത്ത ആഴ്ച നമ്മളൊരു കല്യാണം വരുന്നില്ലേ നമ്മുടെ കുടുംബത്തിലുള്ള. അപ്പൊ ആ കുടുംബത്തിലുള്ള കല്യാണത്തിന് നമുക്ക് ഇങ്ങനത്തെ നിർത്തുന്നി കിട്ടോ? സന്തോഷായി. താങ്ക് യു.